2026 ജൂലൈ മാസം 25-ാം തീയതി നടത്തപ്പെടുന്ന 148ാമത് മഹായിടവക ദിനാഘോഷത്തോടനുബന്ധിച്ച് അഭിവന്ദ്യ ബിഷപ്പുമായി മഹായിടവക കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റായ സെറാഫിം മീഡിയ ഒരുക്കുന്ന പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. CSI മധ്യകേരള മഹായിടവകയുടെ മഹായിടവക ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സെറാഫിം മീഡിയ ഒരുക്കുന്ന ഈ അഭിമുഖത്തിലേക്ക് അഭിമന്യ തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. 148 വർഷം പിന്നിടുന്ന മഹായിടവകയുടെ ചരിത്രം അതിബൃഹത്താണ്. ഒരു മിഷണറി ആയിട്ട് ജീവിതം ആരംഭിച്ച അങ്ങയ്ക്ക് ഈ 15 ദശകങ്ങൾ പിന്നിടുന്ന സഭാജനങ്ങളോട് പറയുവാനുള്ള സന്ദേശം എന്താണ്? 148 വർഷം എന്നത് ഒരു ദീർഘമായ കാലഘട്ടമാണ്. ഒത്തിരി ചരിത്രങ്ങൾ നിലനിൽക്കുന്ന ഒരു മഹായിടവക എന്ന നിലയിൽ ഈ 148 വർഷം നമ്മൾ ഓർക്കുമ്പോൾ ഈ മഹായിടവകയ്ക്ക് രൂപം നൽകുന്നതിൽ മിഷണറിമാരായ CMS മിഷണറിമാരുടെ ത്യാഗോജ്വലമായ സേവനം, അതോടൊപ്പം തന്നെ തദ്ദേശീയരായ മിഷണറിമാർ, ബിഷപ്പന്മാർ, പട്ടക്കാർ, അൽമായ നേതാക്കൾ, വിശ്വാസ സമൂഹം, ഇവിടെയെല്ലാം കൂട്ടായ പരിശ്രമം, അധ്വാനം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. സഭ എന്നും മിഷൻ ദൗത്യത്തിനാണ് പ്രാമുഖ്യം നൽകിയിരുന്നത്. മിഷൻ എന്ന വാക്കിന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. കാരണം ഇക്കാലത്ത് മിഷൻ എന്ന് കേൾക്കുമ്പോൾ ആളുകളെ മതം മാറ്റുക എന്നുള്ള ചിന്തയാണ് പല മേഖലകളിൽ നിന്ന് കേൾക്കുന്നതെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CSIയെ സംബന്ധിച്ച് മിഷൻ എന്നത് ദൈവമേൽപ്പിച്ച ഒരു ദൗത്യമാണ്. അതായത് എല്ലാവരും ദൈവ സൃഷ്ടിയുടെ ഭാഗമാണെന്നും അവരെ സ്നേഹിക്കണമെന്നും അവരെ ഉദ്ധരിക്കണമെന്നും അവർക്ക് സാമൂഹികവും വിദ്യാഭ്യാസപരവും ആത്മീകവുമായ ശക്തീകരണം നൽകണം എന്നുള്ളതുമാണ് സഭ മിഷനിലൂടെ പ്രത്യേകം ഓർക്കുന്നത്. തിരുമേനി, പ്രേക്ഷിതൻ ആരായിരിക്കണം? പ്രേക്ഷിതൻ എങ്ങനെയായിരിക്കണം? മാറുന്ന സാഹചര്യത്തിൽ എങ്ങനെ വേണം എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? വിൽബർട്ട് ഷെങ് എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ പ്രസിദ്ധമായതാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് മാറുന്ന ഭൗതിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ലോകക്രമം മാറുമ്പോൾ അതിനനുസരിച്ച് മിഷനും നമ്മൻ്റെ ദൗത്യങ്ങളും മാറണം എന്നാണ്. അതിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധിയും സാങ്കേതിക വിദ്യയുടെ വ്യാപനവുമൊക്കെ ഇന്ന് സൃഷ്ടിക്കുന്ന സാധ്യതകളുണ്ട്. അതേ സമയത്ത് തന്നെ അത് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്ന് പറയുന്നവരുണ്ട്. വിശ്വാസ സമൂഹം എന്ന് അങ്ങ് പറയുകയുണ്ടായി. ആ വിശ്വാസ സമൂഹത്തിൽ എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നത്? നിർമ്മിത ബുദ്ധി ഇന്ന് ഈ ലോകത്തിൻ്റെ ഒരു അനിവാര്യതയായി മാറിയിട്ടുണ്ട്. കാരണം എല്ലാ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വളർച്ചകൾ ധാരാളമായി ഉണ്ടാകും. അതുകൊണ്ട് ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ തമസ്കരിച്ചുകൊണ്ട് സഭയ്ക്ക് ഒരു നിലനിൽപ്പില്ല. എന്നാൽ അതിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കാനും ആ സാധ്യതകളിലൂടെ സഭയെ കെട്ടുപണി ചെയ്യുവാനും നമുക്ക് യത്നിക്കേണ്ടതാണ് ഏറെ ആവശ്യം. CSI മധ്യകേരള മഹായിടവകയുടെ 15 ദശകങ്ങൾ എന്നാണെങ്കിലും കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ സഭകൾ. ലോകമെമ്പാടുമുള്ള സഭകൾ, സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, പ്രേക്ഷിത കേന്ദ്രങ്ങൾ, ഇവയുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുമ്പോൾ
അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായി മാറണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? മധ്യകേരള മഹായിടവകയുടെ മക്കൾ ലോകമെമ്പാടും ഇന്നുണ്ട് എന്നതും അവർ പോകുന്ന ഇടങ്ങളിലൊക്കെ ആരാധന കൂട്ടങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അവരെ വിശ്വാസ സമൂഹമായി വളർത്തിയെടുക്കുന്നതിൽ ഈ മഹായിടവക എന്നും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. എവിടെയായിരുന്നാലും ഒരു വിശ്വാസ സമൂഹം എന്നത് തങ്ങളുടെ മാത്രം വളർച്ചയ്ക്ക് വേണ്ടിയല്ല, തങ്ങളുടെ മാത്രം ആത്മീകമായ ശക്തീകരണത്തിന് വേണ്ടിയല്ല, പിന്നെയോ ജീവിക്കുന്ന ചുറ്റുപാടിൽ ആ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നവരായി. എന്താണ് ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ? കരുതലിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്, പങ്കുവെക്കലിൻ്റെതാണ്. ഈ മനോഭാവത്തോടെ സഭ മുന്നേറണം, ചേർത്ത് നിർത്തുവാൻ സാധിക്കണം എന്നതാണ് നാം പ്രത്യേകമായി ഓർക്കേണ്ടിയിരിക്കുന്നത്. മധ്യകേരള മഹായിടവകയുടെ ആപ്തവാക്യമായി എപ്പോഴും നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്ന ഒരു വാക്യമാണല്ലോ ഓറ എറ്റ് ലെബോറ. ഈ 21-ാം നൂറ്റാണ്ടിൽ ജാഗ്രതയും പ്രവർത്തനവും എങ്ങനെയാണ് ഏകോപിപ്പിക്കേണ്ടത്? നാം പലപ്പോഴും ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം, സഭ എന്നത് വേറിട്ട് നിൽക്കാനുള്ളതല്ല. എങ്ങനെയാണ് സഭയെ സമൂഹം വിലയിരുത്തുന്നത്? നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ പ്രവർത്തനം മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമാകണം, രുചി പകരുന്നതായി മാറണം. അതുകൊണ്ടാണ് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ പറയുന്നു, യുവർ വർക്ക് പ്ലേസ് ഷുഡ് ബി യുവർ വർഷിപ്പ് പ്ലേസ്. അതുകൊണ്ട് നമ്മൾ സഭയുടെ മക്കൾ എവിടെയായാലും ദൈവം ഏൽപ്പിച്ചതാണ് ഞങ്ങളുടെ താലന്തുകൾ, കഴിവുകൾ എന്ന ബോധ്യത്തോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, ദൈവാശ്രയത്തോടെ പ്രവർത്തിക്കുന്ന മേഖലയിലായിരിക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെയുള്ള ക്രിസ്തീയ സാക്ഷ്യമാണ് ഇന്ന് ലോകത്തിന് നമുക്ക് നൽകേണ്ടത്. ഓറ എറ്റ് ലെബോറ എന്നത് ഒരു ലാറ്റിൻ പദമാണ്. അതിൻ്റെ അർത്ഥം പ്രേ ആൻഡ് വർക്ക്. പ്രാർത്ഥനയും തൊഴിലും ഒന്നിച്ചു കൊണ്ടുപോകണം, തുല്യ പ്രാധാന്യതയുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ടാണ് മഹായിടവകയുടെ ഓഫീസിൽ ആ 2 ലാറ്റിൻ വാക്കുകളും എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രവർത്തനവും പ്രാർത്ഥനയും തുല്യ പ്രാധാന്യതയുള്ളതാണ് എന്ന് വേദപുസ്തകം നമ്മളെ ഉടനീളം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസ സമൂഹത്തിൻ്റെ വളർച്ചയിൽ വിദ്യാഭ്യാസം, ആതുര സേവനം തുടങ്ങിയ ഒട്ടേറെ മേഖലകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ മേഖലകൾ വിസ്തൃതമാവുകയാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒക്കെയുള്ള സഭയുടെ ദൗത്യം, സഭയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാം. മഹായിടവക ഊന്നൽ നൽകിയ ഒരു പ്രധാന മേഖലയാണ് വിദ്യാഭ്യാസം. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഏജൻസിയാണ് മധ്യകേരള മഹായിടവക. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 200 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ആരംഭിച്ചവയാണ്. ആദ്യത്തെ പള്ളിക്കൂടം ആരംഭിക്കുന്നത് തന്നെ മിഷണറിമാരാണ്. CSI അതിൻ്റെ ഭാഗമാണ് എന്നതിൽ ഞാനും അഭിമാനം കൊള്ളുന്നു. വിദ്യാഭ്യാസം ഒരു കാലഘട്ടത്ത് നിഷിദ്ധമായിരുന്നു എന്നത് നമുക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിദ്യാഭ്യാസത്തിലൂടെ അവരെ ഉയർത്തിയെടുക്കുക, അവർക്ക് വിശ്വാസപരമായി, ആധ്യാത്മികമായി, സാമ്പത്തികമായുള്ള വളർച്ച, സാംസ്കാരികമായുള്ള വളർച്ച വിദ്യാഭ്യാസത്തോടെ ലഭിക്കും എന്ന കാഴ്ചപ്പാടാണ് സഭയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ നാം ഓർക്കേണ്ട ഒരു വേറൊരു മേഖലയാണ് സ്പെഷ്യലി ചലഞ്ച്ഡ് ആയ കുഞ്ഞുങ്ങൾ, ഭിന്നശേഷിക്കാരായ മക്കൾ. അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഇതാണ് സഭയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് തോലശ്ശേരിയിൽ, അതോടൊപ്പം തന്നെ അടൂരിന് സമീപമുള്ള താഴത്തുമൺ എന്നീ സ്ഥലങ്ങളിൽ നമ്മൾ ഹിയറിംഗ് ഇംപയർഡ് ആയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ശ്രവണ സംസാര പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്കായി 2 വിദ്യാലയങ്ങൾ നമ്മൾ ആരംഭിച്ചിരുന്നു.
അത് ഹയർ സെക്കൻഡറി ആയി ഉയർത്തി. ഇന്ന് താഴത്തുമണ്ണിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കായുള്ള കോളേജും ആരംഭിച്ചു. ആ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ മഹായിടവക പ്രത്യേകം ഈ സമയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നു. അതോടൊപ്പം തന്നെ കാണക്കാരിയിൽ ഇങ്ങനെയുള്ള സ്പെഷ്യലി ചലഞ്ച് ആയ കുഞ്ഞുങ്ങൾക്കായി ഒരു സ്കൂളും ആരംഭിച്ചിട്ടുണ്ട്. ആശാഭവൻ എന്ന പേരിൽ ആ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നു. ഏതാണ്ട് 50-ലധികം കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു, സംരക്ഷിക്കുവാൻ സാധിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. വേറൊരു മിഷൻ പ്രവർത്തനമാണ് വെല്ലൂരിൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നാം നടത്തിക്കൊണ്ടിരുന്ന ബെത്സേദ സെന്റർ. അതൊരു ഗൈഡൻസ് സെന്ററാണ്. ഇന്ന് കണികാപുരം, അതായത് വെല്ലൂരിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന വിങ്ങുകളൊക്കെ, ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ മാറ്റിയിരിക്കുന്നത്. അവിടെ നമ്മളൊരു പ്രോജക്റ്റ് ആരംഭിച്ചു. അതിൻ്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ ബെത്സേദ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത? ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും രോഗികൾക്കോ അവരുടെ പ്രിയപ്പെട്ടവർക്കോ ഫോൺ ചെയ്താൽ അഥവാ നമ്മുടെ സേവനം ആവശ്യപ്പെട്ടാൽ, ആവശ്യമെങ്കിൽ അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യും, ബസ് സ്റ്റോപ്പിൽ എങ്കിൽ വേണമെങ്കിൽ അവിടെ നിന്ന് പിക്ക് ചെയ്യും. അതേസമയം ഡോക്ടേഴ്സിന് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുക്കും, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായം ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം അവർക്ക് താമസിക്കുന്നതിന് റൂമുകൾ പ്രൊവൈഡ് ചെയ്യുന്നു വളരെ പരിമിതമായ നിരക്കിൽ. ഈ പ്രവർത്തനങ്ങൾ ഏറെ സഹായകരമാണ്. ഈ പേഷ്യൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, അവരിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനുള്ള മാർഗങ്ങൾ പരിമിതികൾക്കുള്ളിൽ നിന്ന് കണ്ടെത്തി നൽകുവാനൊക്കെ ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നു. സഭ ഇപ്രകാരം ബഹുമുഖമായ മേഖലയിലാണ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത്. സ്വയം തൊഴിൽ മേഖലയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള 2 സ്ഥാപനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് മഹായിടവകയുടെ. കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്രസ് അച്ചടിശാലയായ CMS പ്രസ്, ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിന് പരിശീലിപ്പിക്കുന്ന ഇൻഡസ്ട്രിയൽ സ്കൂൾ, ഇത് 2 സ്ഥാപനങ്ങളും കോട്ടയത്ത് നിലനിൽക്കുന്നു. ഇന്നും ഇൻഡസ്ട്രിയൽ സ്കൂളിലൂടെ സൗജന്യ വിദ്യാഭ്യാസമാണ് നൽകുന്നത്. 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ കേരളത്തിലെ തന്നെ ഏക ഗവൺമെൻറ് KGTE സർട്ടിഫിക്കറ്റോടെ കാർപ്പൻട്രി മേഖലയിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന KGTE സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്ന സ്ഥാപനമാണ് കോട്ടയത്തുള്ള ഇൻഡസ്ട്രിയൽ സ്കൂൾ. അതോടൊപ്പം തന്നെ തോലശ്ശേരിയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു നൂറ്റാണ്ട് പിന്നിട്ട നെയ്ത്തുശാലയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതും അഭിമാനകരവുമായ സ്ഥാപനങ്ങളാണ്. തൊഴിൽ സംരംഭ മേഖല ഞാൻ പറഞ്ഞപ്പോൾ അതിന് മാതൃകയായി മഹായിടവക സ്ത്രീജന സഖ്യം വിവിധ തൊഴിൽ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. കോട്ടയത്തും ചുറ്റുപാടുമായുള്ള സ്ഥാപനങ്ങൾ പ്രത്യേകം അഭിമാനകരമായ സ്ഥാപനങ്ങളാണ്. വിവാഹ സഹായ നിധിയായ ഗാമോസ് പ്രോജക്റ്റ്, ഇതുപോലെയുള്ള വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ സാമൂഹിക പ്രതിബദ്ധതയോടെ മഹായിടവയുടെ സംഘടനകൾ ഏറ്റെടുത്ത് നടത്തി വരുന്നു. സഭ ഊന്നൽ നൽകുന്ന വേറൊരു മേഖലയാണ് പാരിസ്ഥിതിക വിഷയങ്ങൾ. CSI സഭ ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപ് ഭരണഘടനയുടെ ഭാഗമായി എഴുതി ചേർത്തു, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യ ദൗത്യമാണെന്നും സഭയുടെ ദൗത്യമാണെന്നും സഭ വിശ്വസിക്കുന്നു. ഇന്ന് കാർബൺ ന്യൂട്രൽ പദ്ധതികൾക്ക് മഹായിടവക ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വസ്തുവകകൾ ദൈവത്തിൻ്റെ ദാനമാണെന്നും അവ സംരക്ഷിക്കുകയും അവ കൃഷിയുക്തമാക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ജൈവ കൃഷി, അതിലേക്ക് തിരിയേണ്ടതും ഏറെ ആവശ്യമാണ്.
ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനം എന്നത് സ്വയം സംരംഭക പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസം ഈ നാളുകൾ ഏറെ പ്രാധാന്യം നൽകി വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. തിരുമേനി, 21-ാം നൂറ്റാണ്ടിന്റെ ഏകദേശം ഒരു 26 വർഷങ്ങൾ പിന്നിടുകയാണ്. വലിയ സമകാലിക മാറ്റങ്ങളും സംഭവങ്ങളും ഭൗമരാഷ്ട്രീയത്തിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ സന്ദേശം പറഞ്ഞാൽ. സഭ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാവരുടെയും ഒന്നുപോലെയുള്ള വളർച്ച, കൂട്ടായ വളർച്ചയാണ്. അതിൽ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, പ്രായമായവർ, സ്ത്രീകൾ, ഇവരുടെ എല്ലാം വളർച്ചയാണ് സഭ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം യുവജനങ്ങൾ തൊഴിൽ തേടി, വിദ്യാഭ്യാസം തേടി നാട് വിട്ടു പോകുന്നൊരു പ്രവണത വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കണമെന്നും ആ സാധ്യതകൾ ഉപയോഗിച്ച് തൊഴിൽ നേടുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനും സഭ ശ്രദ്ധ ചെലുത്തുന്നു. ഇതാണ് സഭയുടെ താല്പര്യം. മറുഭാഗത്ത് വിശ്വാസപരമായി ദൈവമക്കൾ, സഭയുടെ മക്കൾ വളർന്നു വരണം എന്നും സഭ ആഗ്രഹിക്കുന്നു. സഭയുടെ വിവിധ സംഘടനകൾ, സൺഡേ സ്കൂൾ, സ്ത്രീജന സഖ്യം, യുവന പ്രസ്ഥാനം, ആത്മായ സംഘടന, ഗായക സംഘം, ഇങ്ങനെ എല്ലാ സംഘടനകളും കൂട്ടായി എടുക്കുന്ന പരിശ്രമം സഭയുടെ ആത്മീകമായ വളർച്ച. സഭയുടെ ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരുടെയും ആത്മീകമായ വളർച്ച. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി അവരുടെ സാമ്പത്തിക, ആധ്യാത്മിക വളർച്ചയ്ക്കാണ് സഭ ഊന്നൽ നൽകുന്നത്. സഭയ്ക്ക് വേറിട്ട് നിൽക്കുവാൻ സാധിക്കില്ല. നാം ജീവിക്കുന്ന സമൂഹം, നാം ഇന്നായിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം, ആ മഹാരാജ്യം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് ഈ രാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളികളാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനാണ് സഭ ഊന്നൽ നൽകുന്നതും ശ്രദ്ധ ചെലുത്തുന്നത്. രക്തസാക്ഷിയായ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലന്റെ നാളിലാണ് മധ്യകേരള മഹായിടവകയ്ക്ക് തുടക്കം കുറിച്ചത്. ദീർഘമായ 148 വർഷങ്ങൾ സഭയെ ഈ സമൂഹത്തിൽ സാക്ഷ്യത്തോടെ നിൽക്കുവാൻ ശക്തീകരിച്ച ദൈവത്തിന് നന്ദി കരയറ്റുന്നതോടൊപ്പം ജൂലൈ 25-ാം തീയതി കോട്ടയം CSI റിട്രീറ്റ് സെന്ററിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സഹർഷം ഞാനും സ്വാഗതം ചെയ്യുന്നു. മാറുന്ന ലോകത്തിൽ വിശ്വാസ സമൂഹം എങ്ങനെയാകണമെന്നും ഒരു പ്രത്യാശ നിർഭരമായ ശുഭഭാവി ആഗ്രഹിക്കുന്ന സമൂഹം എങ്ങനെയാകണമെന്നും ഞങ്ങൾക്ക് ആശയങ്ങൾ പങ്കിട്ട അങ്ങയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു.